ഞാനവിടെ എത്തിയിട്ട് ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോബ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. മാസ്റ്റേഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു പാർട്ട് ടൈം ആയിട്ടൊരു ജോബ്, അങ്ങനെ എനിക്ക് അവിടെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോബ് കിട്ടി. ഒരു 3 മാസമായപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഈ പണി പറ്റിയതല്ല. കാരണം എനിക്ക് പഠിത്തവും ജോബും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നീ പഠിക്കണോ അല്ലെങ്കിൽ ജോബ് ചെയ്യണം എന്നുള്ള അവസ്ഥയിൽ ആക്ച്വലി എനിക്ക് ആ ജോബ് കുറച്ച് ഫുള്ളി നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം. ഈവൻ നമ്മുടെ ടീം ലീഡർ നമുക്ക് ചായ തരം പുള്ളി എടുത്തുകൊണ്ട് വരും. കാരണം ആ സമയത്ത് പോലും നമ്മൾ എഴുന്നേറ്റ് പോകാൻ പാടില്ല. അപ്പം ഒരു 3 മാസത്തിനുള്ളിൽ ഞാൻ ആ ജോലി വിട്ട് കൂടെ തന്നെ അപ്പോഴാണ് എനിക്ക് ഈ ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറേ ഐഡിയാസ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഈ കോഴ്സ് അങ്ങ് മാറി. കാരണം ബിസിനസ്സാണ് താല്പര്യം എങ്കിൽ പിന്നെ ബിസിനസ് ഓറിയൻറ്റഡുള്ള കോഴ്സ് പഠിക്കാമെന്ന് പറയും. ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞ കോഴ്സാണ് ഞാൻ എടുത്തത്. ആ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ഓറിയൻറ്റഡുള്ള എന്തും ചെയ്യാം. എല്ലാ ദിവസവും ക്ലാസ്സിന് പോകണമെന്നില്ല, പക്ഷേ പ്രസൻറ്റേഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം പഠിക്കാൻ നമുക്ക് സമയമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം. ടീച്ചേഴ്സിനാണെങ്കിൽ നമുക്ക് അവരുടെ ലെക്ചേഴ്സും കാര്യങ്ങളും നമുക്ക് അയച്ചു തരും. നമുക്ക് അങ്ങനെ ഒരു വളരെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് അവിടെ നമ്മൾ ലോക്കലായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇവിടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് അവിടെ സുക്കാസു എന്ന് പറയുന്നത്, എലൈറ്റ് എന്നായിരുന്നു ഞങ്ങളുടെ കമ്പനിയുടെ പേര്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് പാർട്ട് ടൈം ജോബ്, അതായത് ഞാനതൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ട് ഞാനൊക്കെ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് കുറേ ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഈ വരുന്നവർക്ക് ഒരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം ചെയ്തത്. അപ്പം നമുക്ക് അത്യാവശ്യം പരിചയമുള്ള കുറേ കമ്പനീസ് ഉണ്ട്. നമ്മളങ്ങ് ഇറങ്ങി എല്ലാ കമ്പനികളിലും പോയി അവിടുത്തെ എല്ലാം ജോബിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഫൈനൽ നമ്മളപ്പോൾ കുറച്ച് ഫണ്ടൊക്കെ നമുക്ക് വരാൻ തുടങ്ങി. എന്താണ് എങ്ങനെയാണ് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഫസ്റ്റ് ബിസിനസ്സാണ്.